നമസ്കാരം, എല്ലാവർക്കും ഗുരുവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ രാഹുൽ, നിങ്ങളുടെ ഗണിത അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിളിന്റെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് ചെയ്ത് പഠിക്കുക. എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ കണക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 42, 42ാമത്തെ പേജ് മൂന്നാമത്തെ കണക്കാണ്. ഞാൻ ഒന്ന് വായിക്കാം. If the circles are drawn with each side of triangle of side 5 cm, 12 cm, 13 cm as diameters, then with respect to each circle, where would be the third vertex? അതായത് 13 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വശങ്ങളായിട്ട് വരുന്ന ഒരു ത്രികോണത്തിന്റെ ഓരോ വശങ്ങളും വ്യാസമാക്കിക്കൊണ്ട് വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലെങ്കിൽ എതിർമൂല എവിടെയായിരിക്കും, സർക്കിളിന്റെ എവിടെയായിട്ട് വരും എന്നാണ് ചോദ്യം. അപ്പോ നമുക്കറിയാം എതിർമൂല എവിടെ വരും എന്നുള്ള ചോദ്യം എപ്പോഴും വരുന്നത്. നമ്മൾ ക്ലാസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. എന്തായിരുന്നു? സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ലേ? ഞാൻ ഒരു ട്രിക്കൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഓർമ്മയുണ്ടോ? അതെങ്ങനെയായിരുന്നു? അതായത് മാർക്ക് കുറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താകും എന്ന് പറയുന്നത് പോലെ അല്ലെ, കോൺ 90 ഡിഗ്രിയിൽ കുറവാണ് കോണെങ്കിൽ എന്ത് ചെയ്യും? വൃത്തത്തിന് വെളിയിൽ പോവുകയും 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ നമ്മൾ മാർക്ക് കൂടുകയാണെങ്കിൽ എവിടെ വരും? വീട്ടിലകത്ത് നമ്മുടെ വീട്ടിൽ അച്ഛനമ്മ കയറത്തില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും? വൃത്തത്തിന്റെ അകത്തായിരിക്കും ആ കോണുകൾ വരുന്നത്. കറക്റ്റ് 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? വൃത്തത്തിലായിരിക്കും. ഇതിന്റെ ഡീറ്റെയിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് വേഗം പോയിച്ചിട്ടും പറഞ്ഞത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോ 5 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 13 സെന്റിമീറ്റർ വശങ്ങളായിട്ടുള്ള ത്രികോണം എന്ന് പറയുന്നു. ഇതിന്റെ കോണുകൾ തന്നിട്ടുണ്ടോ? ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇത് കണ്ടുപിടിക്കും എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പോ ഈ വശങ്ങൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ കോണുകൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് അല്ലെ. എങ്ങനെയാണ്? വശങ്ങൾ തന്നു കഴിഞ്ഞാൽ ഇത് ഏത് തരത്തിലുള്ള ത്രികോണമാണോ ഒന്ന് ഗസ് ചെയ്യാം അല്ലെ. ഏറ്റവും വലിയ വശം ഏതാണ്? 13 ആണ്. ബാക്കി രണ്ട് ചെറിയ വശങ്ങൾ 12ഉം 5ഉം ആണ്. ഈ മൂന്ന് വശങ്ങളും എന്താണ്? പൈതഗോറസ് നിയമം അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഇത് ഒരു മട്ട ത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് പറഞ്ഞുകൂടായോ? ഓക്കെ, ആ രീതിയിലാണ്. അപ്പൊ ഏറ്റവും വലിയ വശം എത്രയാണ്? 13 ആണ്. അപ്പൊ 13ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും കൂട്ടുന്നതിന് തുല്യമാണ് അല്ലെ. ഇവിടെ 13ന്റെ സ്ക്വയർ 169 ആണ് കിട്ടുന്നത്. 12ന്റെ സ്ക്വയർ 144ഉം 5ന്റെ സ്ക്വയർ 25ഉം ആണ്. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 169 കിട്ടും. അതായത് പൈതഗോറസ് നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അനുസരിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ? ഈ ത്രികോണം എന്താണ്? ഒരു മട്ട ത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഞാൻ ABC എന്ന് പറയുന്ന അവർ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ത്രികോണം വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടകോണം. മട്ടകോണിന്റെ പ്രത്യേകത നമ്മൾ കൊച്ചു ക്ലാസ് പഠിച്ചാണ്. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത ഒരു കോൺ മാത്രമാണ് ഏത് 90 ഡിഗ്രി വരുന്നത്. ബാക്കി രണ്ട് കോണുകളും എന്തായിരിക്കും? അതായത് ഇവിടുത്തെ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? ന്യൂനകോണായിരിക്കും ഇല്ലേ. എന്താ ന്യൂനകോൺ? ലെസ് ദാൻ 90 ആയിരിക്കും ഇല്ലേ. അതായത് 90 ഡിഗ്രി കുറവായിരിക്കും, അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പൊ ഒരു കോൺ മാത്രമായിരിക്കും റൈറ്റ് ആംഗിൾ ആയിട്ട് വരുന്നത്. ബാക്കി രണ്ട് കോണുകൾ എന്തായിരിക്കും? 90 ഡിഗ്രി കുറവായിട്ടുള്ള അക്യൂട്ട് ആംഗിൾ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ, ഇത് എന്ത് വന്നു? എ എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ BC ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എയുടെ സ്ഥാനം എവിടെ ആയിരിക്കും? കറക്റ്റ് സർക്കിളിലായിരിക്കും. കാരണം എന്താ? എയുടെ കോണ് 90 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്തത് ബി എന്ന് പറയുന്നത്, ബിയുടെ ഓപ്പോസിറ്റ് സൈഡ് AC എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ AC വ്യാസമാക്കി അല്ലെങ്കിൽ AC ഡയമീറ്റർ ആക്കി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ബിയുടെ സ്ഥാനം എപ്പോഴും സർക്കിളിൽ പുറത്തായിരിക്കും. കാരണം ബി ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അതുപോലെ ഇവിടെ പറയാം AB ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, AB വ്യാസമാക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ C എന്ന് പറയുന്നതായിരിക്കും. അതും ഔട്ട്സൈഡ് സർക്കിൾ ആയിരിക്കും. കാരണം എന്താണ്? സിയും എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ബിയും സിയും എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ ഇത് രണ്ടും എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ് അല്ലെങ്കിൽ ന്യൂനകോണാണ്. അപ്പൊ രണ്ടും 90 ഡിഗ്രിയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അത് സർക്കിളിന് പുറത്തായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നാലാം ചോദ്യം ഞാൻ വായിക്കാം. ഇൻ ദ പിക്ചർ a circle is drawn with a line as diameter and a small circle with half the line as diameter.
Prove that any chord of the larger circle through the point where the circle meet is bisected by the small circle. മനസ്സിലായോ? ഓക്കെ, അത് പറഞ്ഞുതരാം. അതായത് ഒരു വലിയ സർക്കിൾ ഉണ്ട് കേട്ടോ, വലിയ സർക്കിൾ. വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഇത് എ ബി അല്ലെ. അപ്പൊ അതിന്റെ ഡയമീറ്റർ അതിൽ എ ഒ, അതിന്റെ ഒ സെന്റർ ആണ്. അപ്പൊ ഒ എ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ. ഇതിന്റെ വലിയ സർക്കിളിന്റെ റേഡിയസ് ആണ്. ആ വലിയ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടുള്ള ഒ എ എന്താണ്? ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു ചെറിയ സർക്കിൾ അതിനുള്ളിൽ വരച്ചിരിക്കുകയാണ്. നമ്മൾ റേഡിയസും ഡയമീറ്ററും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അപ്പൊ അതറിയാതെ കൂട്ടുകാർ തീർച്ചയായിട്ടും അത് നോക്കണം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ സംശയം വരും എന്തായിരിക്കും ഡയമീറ്റർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്കൊന്നുകൂടെ പറയാം. എ ബി എന്ന് പറയുന്നത് വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് അതിന്റെ എന്താണ്? റേഡിയസ് ആണ് ഒ എ അല്ലെങ്കിൽ എ ഒ എന്ന് പറയുന്നത്. ആ വലിയ സർക്കിളിന്റെ റേഡിയസ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ചെറിയ സർക്കിൾ അതിനുള്ളിൽ വരച്ചിരിക്കുകയാണ്. കണ്ടോ? എന്നിട്ട് ഈ രണ്ട് സർക്കിൾ നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്? എ ആണ്. കണ്ടോ? ഇതിൽ നിന്നും എന്തിരിക്കാം? എ ഡി എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചിരിക്കുകയാണ്. കണ്ടോ? ആ കോഡിനെ ഈ സർക്കിൾ എന്ത് ചെയ്യുന്നു? സി എന്ന് പറയുന്ന ഒരു പോയിന്റ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അവർ പറഞ്ഞിരിക്കുന്നത് എ ഡി എ ഈ പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഇനി വായിച്ചു നോക്കി, ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കുക, ആ ക്വസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് തെളിയിക്കാൻ ഇത്രേ ഉള്ളൂ. പടം വരുന്നതെന്ന് പറഞ്ഞ് പേടിക്കുന്ന കാര്യത്തിൽ വളരെ സിമ്പിൾ കണക്കാണ്. ഓക്കെ, അപ്പൊ എന്താണ്? എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ സാധനം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോ എന്താണ്? ഈ ചെറിയ സർക്കിള് ഈ എ ഡി എന്ന് പറയുന്ന കോഡിനെ ബൈസെക്ട് ചെയ്യുന്നത് എന്താണെന്ന് തെളിയിക്കേണ്ടത് അല്ലെ. അതിനർത്ഥം എന്താ? സി മിഡ് പോയിന്റ് ആണ് അല്ലെ. സി മിഡ് പോയിന്റ് ആണ്. എന്തായിരിക്കും? എ സി സമം സി ഡി എന്ന് തെളിയിച്ചാൽ മതിയല്ലോ അല്ലെ. എ സിയുടെയും സി ഡിയുടെയും വില തുല്യമാണെങ്കിൽ സി എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ് എ സി ഈസ് ഈക്വൽ ടു സി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പല രീതിയിൽ ചെയ്യാൻ നമ്മൾ ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഒ സി എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ഞാൻ കണക്ട് ചെയ്തു. ഒ സി ഒരു ലൈൻ ആക്കി വരച്ചു. അപ്പോ ആംഗിൾ എ സി ഒ എന്ന് പറയുന്ന ഒരു ആംഗിൾ നിങ്ങൾക്ക് അവിടെ കിട്ടിക്കാണും അല്ലെ. നോക്കിക്കേ, ആംഗിൾ എ സി ഒ അല്ലെങ്കിൽ തിരിച്ച് പറയാം ഒ സി എ എന്ന് പറയാം. ഇത് ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. എങ്ങനെ മനസ്സിലായി 90 ഡിഗ്രി ആണെന്ന്? എങ്ങനെ മനസ്സിലായി? ഓക്കെ, ഇത് എന്താ? ഒ എ അല്ലെങ്കിൽ എ ഒ എന്താണ്? ഈ കൊച്ചു സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതിനർത്ഥം എന്താ? ഇവിടെ ഈ മേളിലും താഴെയുമായിട്ട് രണ്ട് സെമി സർക്കിൾ ഉണ്ടായിരുന്നതിന്റെ അർത്ഥം സെമി സർക്കിൾ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ സി ഈ പറയുന്ന സെമി സർക്കിൾ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ സി എന്താണ്? 90 ഡിഗ്രി ആണ്. അതിന് കാരണം വിളിച്ചിരിക്കുന്നത് ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ. ഓക്കെ, അതിനർത്ഥം നോക്കിക്കേ, ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതിനർത്ഥം ഒ സിയും എ ഡിയും എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്നല്ലേ. ഒ സിയും എ ഡിയും പെർപെൻഡിക്കുലർ ആണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യത്തിലേക്ക് പോവാണ്. 8ലൊക്കെ പഠിച്ചൊരു കാര്യമാണ്. എന്താണ്? ഏതെങ്കിലും ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും അല്ലെ മറ്റൊരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? എവിടെ? ഇല്ലേ, ഇന്നലെ പഠിച്ച കാര്യം നമ്മൾ ഓർക്കുന്നില്ല, പിന്നെ ഇനി പഴയത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും, അതായത് കേന്ദ്രത്തിൽ നിന്നും മറ്റേതെങ്കിലും ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഒ സിയും എ ഡിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? എ സി സമം സി ഡി. കാരണം എന്താ? ഈ ഒ സി എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നു? എ ഡി എന്ന് പറയുന്ന ലൈനിനെ പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഈ രണ്ട് ഭാഗങ്ങളും എ സിയും സി ഡിയും എന്താണ്? ഈക്വൽ ആണ്. അതായത് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ബൈസെക്ട് എനി കോഡ്. നമ്മൾ പഠിച്ച 8ാം ക്ലാസ്സിലൊക്കെ. അതായത് വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാൻ എന്ത് ചെയ്യുന്നു? സമഭാഗം ചെയ്യുന്നു എന്ന് പഠിച്ചതാണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? വേഗത്തിൽ ആൻസർ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ചെയ്തു നോക്കുക, വരച്ചു പഠിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ കണക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 2 കണക്കുകൾ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. എല്ലാവരും ചെയ്തു പഠിക്കുക. ഓക്കെ, സ്റ്റേ ട്യൂൺ. അപ്പൊ ഇനിയും ഇന്നത്തെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയും ലൈക്ക് ചെയ്യാത്തവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക. നമുക്ക് ഇനി ആ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക്സ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.